നമസ്കാരം. ന്യൂസ് തിയേറ്റർ തുടരുകയാണ്. ടിക്ടോക്ക് ലിപ്സിംഗ് ആപ്പ് ഒരുപാട് ജനകീയമായ ഒരു ആപ്പാണ്. ഇപ്പോൾ ചൈനയുടേതാണ് എങ്കിൽ പോലും യു എസിലും ചൈനയിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആപ്പാണ്. പറഞ്ഞു വന്നത് തമിഴ്നാടിന് ഇപ്പോൾ ഒരു ചെറിയ തലവേദനയായിരിക്കുകയാണ് ഈ ആപ്പ്. മറ്റൊന്നുമല്ല, ഈ ആപ്പ് നിരോധിക്കണം എന്നാണ് തമിഴ്നാടിൻ്റെ നിലവിലെ നിലപാട്. തമിഴ്നാട് കേന്ദ്രത്തിന് കത്തെഴുതുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് വലിയ തരത്തിൽ അവിടുത്തെ യുവാക്കൾക്കിടയിൽ ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത തരത്തിലുള്ള നിലപാട് തമിഴ്നാട് മാത്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ചില രാഷ്ട്രീയ വശങ്ങൾ കൂടി തമിഴ്നാട് സർക്കാർ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. இது வண்டியாடா, இதெல்லாம் சர்வீஸ் பண்ண முடியாது. சமாடி வேணா. यात्रीगण कृपया ध्यान दें, गाड़ी नंबर 133 कासगंज से पीलीभीत पैसेंजर अपने निर्धारित समय दोपहर के 3:20 पर பெங்களூருவில் செயல்பட்டு வரும் எம்ஃப்ளக்ஸ் நிறுவனம் அறிமுகப்படுத்தியுள்ள சூப்பர் பைக்கின் பெயர் எம்ஃப்ளக்ஸ் 1. அதிகபட்சமாக 200 கிலோமீட்டர் வேகத்தில் செல்லும் அந்த பைக் 3 வினாடியில் 100 கிலோமீட்டர் வேகத்தை தொடும் என்று அந்நிறுவனம் கூறியுள்ளது. இந்த ஊர்ல தான் இதுக்கு பேரு பஸ், துபாயில எல்லாம் இதுக்கு பேரு குப்பலாரி. ஆனா இதுல எல்லாம் இந்த நாயை எப்படித்தான் ஏறி வர்றாங்க. யாருக்கும் தீங்கன்றி வாழ்பவன் மனிதன், ஊருக்கே வாழ்ந்துயர்ந்தவன் புனிதன். நேற்று வரைக்கும் மனிதனப்பா, இன்று முதல் நீ புனிதனப்பா. ஏய் சூப்பரா இருக்கிறப்பா, சூப்பரா இருக்கிறப்பா, ஹீரோ மாதிரியே 10 ரூபா போட்டு கொடுப்பா. என்ன பண்ண சரிப்பா. இதாண்டா நான் உங்களை சந்திக்கிற கடைசி சந்திப்பு. என்னப்பா இன்னைக்கு நீ மாடு வாங்குவ, நாளைக்கு வயலை வாங்கி வீட்டை கட்டி பிரசிடென்ட் ஆயிடுவ, எலெக்ஷன் வரும், எம்எல்ஏ ஆகி மந்திரி ஆகி ஒரு நாளைக்கு சிஎம் ஆயிடுவ. நாங்க உனக்கு തമിഴ്നാട് സർക്കാരിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ്. ഏത് പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴും വരുമ്പോഴും അതിനെതിരെ നിലപാടെടുക്കുന്നില്ല. കുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്നു അല്ലെങ്കിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്ന അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ തമിഴ്നാട് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ യുവാക്കൾക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് ഇത് യുവാക്കൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നത് നമുക്ക് കാണാം. അതിനു മുൻപ് ഇതിൻ്റെ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. യുവജനങ്ങളെയും കൗമാരക്കാരെയും ടിക്ടോക്ക് വഴിതെറ്റിക്കുന്നുവെന്നാണ് പ്രധാനമായും സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം. ടിക്ടോക്ക് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നിലവാരം വല്ലാതെ അങ്ങ് ഇടിച്ചു താഴ്ത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ചൈനീസ് ആപ്പാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് യു എസിലും ഒപ്പം ഇന്ത്യയിലും ചൈനയിലും ആണ് എന്നുള്ളതാണ്. ഈ സർക്കാരിനെതിരെയുള്ള പലതരത്തിലുള്ള നിലപാടുകളും ഇങ്ങനെ ടിക്ടോക്കിൽ വരാറുണ്ട്, ഡ്യൂറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാരണം. നേരത്തെ നമ്മൾ കണ്ട വീഡിയോകൾ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സർക്കാർ നിലപാടിനെ പിന്തുണച്ച് രംഗത്ത് വന്നു എന്നുള്ളത് ഏറെ കൗതുകകരവും എന്നാൽ യുവാക്കളെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം അവർക്കിടയിൽ ഉണ്ടാക്കിയത് എന്ന് അവർ ആവർത്തിച്ച് ചിന്തിക്കുകയാണ്. അവരുടെ ഒരു വികാരം, അവരുടെ റിപ്പോർട്ട് അതെന്താണെന്ന് നമുക്ക് കാണാം. മറ്റു സാഹചര്യം കൂടി ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി എന്തൊക്കെയുണ്ടെന്ന്. ടിക്ടോക്കിൽ അശ്ലീലം കൂടി വരുന്നു എന്ന് MLA പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അശ്ലീലം അതിൻ്റെ അതിപ്രസരം കൂടുതലായി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നോക്കാം. ശ്രദ്ധ പിടിച്ചു പറ്റാൻ അപകടകരമായ എന്തും ചെയ്യുന്ന പ്രവണത കൂടി ഇതിൽ ഉണ്ട് എന്ന് പറയുന്നു. അതിൽ മാത്രമാണ് ഒരല്പം കഴമ്പുള്ളത്. കാരണം ഇപ്പോൾ നില്ല് ചലഞ്ചൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അപകടകരമായ ഒരു സാഹചര്യമാണ്. ബസ്സിന് മുന്നിലേക്കൊക്കെ ചാടി ചലഞ്ച് ഏറ്റെടുക്കുകയും അങ്ങനെ വലിയ തരത്തിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഇവർ ഉന്നയിച്ച വാദഗതിയിൽ അതുമാത്രമാണ് ഒരല്പം എന്തെങ്കിലും കഴമ്പുണ്ട് എങ്കിൽ പോലും ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ ഇവർ പറഞ്ഞ തരത്തിലുള്ള അവകാശവാദങ്ങളെ അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സാധൂകരിക്കുന്ന തരത്തിലുള്ളതൊന്നും
എന്തുകൊണ്ട് നമുക്ക് പറയാനാവില്ല. ശ്രദ്ധ പിടിച്ചു പറ്റാൻ അപകടകരമായ എന്തും ചെയ്യുന്നു എന്നുണ്ട്. ബ്ലൂ വെയിൽ നിരോധിക്കാനുള്ള നീക്കവും ആദ്യം തുടങ്ങിയത് തമിഴ്നാട് തന്നെയാണ്. നേരത്തെ അപകടകരമായ ബ്ലൂ വെയിൽ ഗെയിം ഉണ്ടായപ്പോഴും തമിഴ്നാട് തന്നെയാണ് ഈ നീക്കം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സംഭവവികാസങ്ങൾ. സർക്കാരിൻ്റെ തലത്തിലും മറ്റ് തലങ്ങളിലും ഒക്കെ നടന്ന ചർച്ചകൾ ഒക്കെ ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് പ്രധാനമായി എങ്ങനെയാണ് യുവാക്കൾ ചർച്ച ചെയ്തത്, സ്വീകരിച്ചത് എന്ന്. സാമൂഹിക മാധ്യമമായ ടിക്ടോക്ക് നിരോധിക്കാനൊരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ. നാഗപട്ടണം MLA ആയ തമീമുൽ അൻസാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. അതായത് തെറ്റായ മാർഗത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് യുവതലമുറ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ നടപടി എടുക്കാമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ഏതായാലും നിരവധി യുവാക്കൾ കൃത്യമായി തന്നെ ഈ ഒരു സാമൂഹിക മാധ്യമം ടിക്ടോക്ക് എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അറിയാം. ഏത് രീതിയിലാണ് അവർ ഈ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. எனக்கு தெரிஞ்சு பண்ண வேணாம்னு நினைக்கிறேன். ஏன்னா அதான் எங்களுக்கு என்டர்டைன்மெண்ட் காலேஜ் பசங்கள்லாம் பண்ணுறவங்க தப்பாக பண்ணுறவங்க அதுக்கு நான் என்ன பண்ண முடியும்? நாங்கள் அது அவங்களோட தப்பு தான் அது. அது வேணால் அவங்க அக்கௌண்ட்டை வேணால் இது ப்ரைவேட்டில் போடலாம், ஆனால் பேங்க் பண்ண தேவையில்ல. டிக்டாக் பேங்க் பண்ணாங்கன்னா ரொம்ப போர் அடிக்கும் பசங்களுக்கு. அது இருக்குது அதான் டைம் பாஸாக போகுது. டிக்டாக் வந்து பேன் பண்ண வேணாம், ஏன்னா அது ஒரு நல்ல என்டர்டெயின்மெண்ட் தான். இருந்தாலும் சில பேர் அது வந்து ஒரு மாதிரி யூஸ் பண்ணுறாங்க. பேன் பண்ணாதது நல்லா தான் இருக்கும், அது யூஸ் பண்ணாமல் என்டர்டெயின்மெண்ட்டாக இருந்தால் நல்லாயிருக்கும். டிக்டாக்லாம் வேஸ்ட் ஆஃப் டைம். அது வந்து டைம் பாஸ் சொன்னால் டைம் பாஸ் எவ்வளோ ஸ்போர்ட்ஸ் இருக்குது, நிறைய விஷயம் இருக்குது. எவ்வளோ விஷயங்கள் இருக்குது, அதெல்லாம் பண்ணலாம். இதை விட்டுட்டு சும்மா டிக்டாக்கு அதெல்லாம் எனக்கு பிடிக்காது நான் பர்சனலாக. பட் ஜென்ரலாக ஆனால் இப்போ வர இளைஞர் எல்லாமே அதை ரொம்ப லைக் பண்ணுறாங்க. டிக்டாக்கை பொறுத்த வரைக்கும் வேஸ்ட் ஆஃப் மணி தான் நான் சொல்லுவேன். வேஸ்ட் ஆஃப் மணி, வேஸ்ட் ஆஃப் டைம், அவ்வளோதான். டிக்டாக் அதை மட்டும் இது பண்ணிட்டா இன்னும் நிறைய இருக்குது. இன்னும் 10-20 ஆப் கூட வரும். ஸோ அதில் எஸ்டாப்ளிஷ் பண்ண போகிறாங்க. பட் பண்ணுறவங்க பிரயோஜனமாக பண்ணணும். பொண்ணுங்க தப்பான முறையில் யூஸ் பண்ணி கெட்டு போகிறாங்களே, அதுக்கு பேன் பண்ணால் நல்லது தான். அதான் சொல்லுவாங்க. தப்பான ட்ரெஸ் பண்ணுறாங்க, ட்ரெஸ் பண்ணி ஒழுங்காக ட்ரெஸ் பண்ணாமல் டிக்டாக் பண்ணுறாங்கல்ல, அதெல்லாம் கொஞ்சம் இது பண்ணலாம். அது ஒரு ஆர்ட் மாதிரி தான் இருக்குது. கலை இல்லையானா மீடியாவில் தான் ஓரளவுக்கு ரீச் ஆகுறாங்க. ஏதோ அதில் ரெஸ்ட்ரிக்ஷன் கொண்டு வந்தால் நல்லாயிருக்கும். യുവാക്കളുടെ മറുപടികൾ കേട്ടു. വ്യത്യസ്തങ്ങളായ മറുപടികൾ തന്നെയാണ് അവർ പറയുന്നത്. അതായത് ചിലർ അത് ബാൻ ചെയ്യണം, അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരവുമില്ല. സാധാരണ യുവതലമുറ നേരത്തെ MLA സൂചിപ്പിച്ച പരാതിയിൽ പറയുന്നത് പോലെ യുവതലമുറയെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് അത് ഒരു നല്ല എൻ്റർടൈനറാണ്, അതുകൊണ്ട് തന്നെ അത് ഭാഗികമായി, അതായത് നിരോധിക്കേണ്ട കാര്യമില്ല, എന്നാൽ അതിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് എന്നും പറയുന്നു. ഒരു കാരണവശാലും അത് ബാൻ ചെയ്യരുത്, അത് മാത്രമാണ് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം സുഹൃത്തുക്കളുമുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ നമ്മൾ അഭിപ്രായ ശേഖരണം നടത്തിയപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഏതായാലും സമ്മിശ്രമായ തമിഴ്നാട്ടിൽ എങ്ങനെയാണിത് യുവാക്കളെ ബാധിക്കുന്നത്, അവരുടെ അഭിപ്രായം കൂടിയാണ് ഈ കാട്ടി തന്നത് ടിക്ടോക്കിനെ സംബന്ധിച്ച്.